ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എല്ലാവരും പറഞ്ഞത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലല്ലോ. അതിന് പിന്നാലെ എല്ലാവരും ഉന്നയിച്ചത് എൻ ഡി എ തകരും, ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ വളരുമെന്നാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെല്ലാം കാണുന്നത് ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ എൻ ഡി എ മുന്നണിയിലേക്ക് വരികയാണ്. ഈ ഉദ്ധവ് താക്കറെയും ഇടക്കാലത്ത് ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ എൻ ഡി എ ശക്തിപ്പെടുകയാണോ? ഉറപ്പായിട്ടും നമുക്കതിപ്പോൾ അതാണ് മനസ്സിലാവുന്നത്. കാരണം പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, അതായത് സാമ്പത്തികമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഒന്നാണ് ഈ പറയുന്ന മഹാരാഷ്ട്ര, അത് കഴിഞ്ഞ് കർണാടക. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടെങ്കിൽ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളുടെയും ഭരണം കയ്യിലില്ലെങ്കിൽ പോലും ഒരു പാർട്ടിക്ക് രാജ്യത്തുടനീളം ആ പാർട്ടിയെ കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടൊക്കെ സ്വരൂപിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയ സമ്പന്നമായിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൂറുമാറ്റം അല്ലെങ്കിൽ യാതൊരു എത്തിക്സും ഇല്ലാത്ത പൊളിറ്റിക്സ് കളിക്കുന്ന രാഷ്ട്രീയക്കാർ. കർണാടകയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നാളെ അതിന് നേരെ മറിച്ച് വരുന്ന സംഭവങ്ങൾ. ഇതെല്ലാം ഇത് സമ്പത്തിൻ്റെ ഒരു വിഷയമാണ്. അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ എല്ലാ പാർട്ടിക്കകത്തും വരുന്നതും ഈ പറയുന്ന സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ട്. എന്നാൽ സമ്പത്തിനെ ബേസ് ചെയ്താണ് കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത്. ഒരു ഘട്ടത്തിൽ കർണാടകത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് വേണ്ടി അന്ന് വയലാർ രവി ഏൽപ്പിച്ചപ്പോൾ അന്ന് വന്നൊരു വാർത്തയാണ്, ശരിയോ തെറ്റോ എന്നറിയത്തില്ല, 2 ഗ്രൂപ്പ് കോൺഗ്രസിനകത്ത് വന്നു. ഒരു വ്യവസായ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെ ആളെ മുഖ്യമന്ത്രിയാക്കുന്നതിന് അന്ന് വയലാർ രവിക്ക് വാഗ്ദാനം ചെയ്ത് അന്നത്തെ കാലത്ത് 400 കോടി രൂപയാണെന്ന് പറഞ്ഞു. അത് അദ്ദേഹം മേടിച്ചോ ആ പറഞ്ഞ ആളിനെ ആക്കി. അതിനെപ്പറ്റി ഒന്നും വ്യക്തത ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നതാണ്. കാരണം അത്രയ്ക്ക് ഭയങ്കരമായ സമ്പത്ത് ഉള്ള രാജ്യങ്ങളും വ്യവസായികളുള്ള രാജ്യങ്ങളും വ്യവസായമുള്ള രാജ്യവും ആ രാജ്യത്തെ വ്യവസായികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രീയക്കാരെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം ഈ പറയുന്ന ഞാനീ പറഞ്ഞ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്, ഈ പറയുന്ന ശരത് പവാർ അല്ലെങ്കിൽ NCP അല്ലെങ്കിൽ ഉദ്ധവൻ ശിവസേന, ഇവരൊക്കെ ഇവിടെ ഭരണം പിടിക്കുന്നതിനും അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം വേണമെന്ന് വാശി പിടിക്കുന്നതിനും ഒക്കെ കാരണം അവിടുത്തെ ഈ സമ്പത്തും അല്ലെങ്കിൽ പാർട്ടിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാൻ പറ്റുന്ന ഈ പറയുന്ന നേട്ടങ്ങളും ഒക്കെയാണ്. ഇപ്പം നമ്മൾ കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ BJPക്ക് എന്തോ സംഭവിച്ചു. അതിനുശേഷം BJP അധികാരത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJPക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾക്ക് ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരന് നോക്കിയാൽ BJPയെ മറിച്ചിടാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു മന്ത്രിസഭ. കാരണം BJPയെ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ആ കേവല ഭൂരിപക്ഷത്തിലേക്ക് കേന്ദ്രമന്ത്രിസഭ കൊണ്ടുവരുന്നതിന് ചന്ദ്രബാബു നായിഡു അല്ലെങ്കിൽ നിതീഷ് കുമാറും ഒക്കെ വേണ്ടി വരുന്നു. പക്ഷെ ഇവരെ മാറ്റിയാൽ, ഇവർ പിന്തുണ പിൻവലിച്ചാൽ, അവരെ മറുപക്ഷത്ത് കൊണ്ടുപോയി സ്വതന്ത്രന്മാരെ ഒക്കെ പ്ലഡ്ജ് ചെയ്താലും മറുപക്ഷത്ത് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ ഈ മന്ത്രിസഭ വേഗത്തിൽ മറിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ മന്ത്രിസഭയ്ക്കെതിരെ ഇലക്ഷൻ മുമ്പേ നീങ്ങിയിട്ടുള്ള മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായിട്ട് വർത്തമാനം പറയുന്നവരുമൊക്കെ അസ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഏത് സമയത്തും ഇല്ലായ്മയാവാൻ സാധ്യതയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നതിനകത്ത് വലിയ വ്യവസായികൾ, ഇവിടെ വ്യവസായം തുടങ്ങാൻ സ്ഥിരമുള്ള ഗവൺമെൻറ്റിനകത്ത് ഇന്ത്യയിൽ വലിയ വ്യവസായികൾ വരത്തില്ല. ലോകത്തെ രാജ്യങ്ങൾ നമ്മളുമായിട്ട് കരാറിൽ ഏർപ്പെടുത്തത്തില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ പറച്ചിൽ കൊണ്ട് ഒരു രാജ്യത്തെ എങ്ങനെ പുറകോട്ട് നയിക്കാം, ആ രാജ്യത്തിൻ്റെ പുരോഗതി എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, ആ രാജ്യം ഭരിക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാരെ എത്തരത്തിൽ ബുദ്ധിമുട്ടിക്കാം എന്ന് ലോകത്ത് ഈ രാജ്യത്തെ പുറകോട്ട് നയിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടി നിൽക്കുന്ന ചില ആൾക്കാരാണ് പ്രതിപക്ഷ കക്ഷികൾ. അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണ് അവർ ഫണ്ട് ചെയ്യുന്നതെന്ന് പല ഘട്ടങ്ങളിൽ പറയുമ്പോൾ അങ്ങനെ തോന്നിപ്പിക്കുന്ന മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം അതിനുശേഷം നടന്ന ഇലക്ഷനിൽ BJPയുടെ മുന്നേറ്റം ഭീകരമാണ്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ നടത്തിയ പ്രചരണമെല്ലാം വ്യാജമാണെന്നും ആ പ്രചരണം അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ വ്യാജമാണെന്നും അതൊക്കെ ഇലക്ഷന് ശേഷം മനസ്സിലാകുന്നൊരവസ്ഥ വന്നു. മോദിയാണ് ശരി, BJP ആണ് ശരി, അവർ പറയുന്നതാണ് ശരിയെന്ന് വന്നുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഭാഗമാകുമെന്ന് പറഞ്ഞ് ഹരിയാന പോയില്ലേ? ആരാ പറഞ്ഞ അവിടെ BJP വരുമെന്ന്? ഹരിയാന പോയില്ലേ? അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ എന്തോ ക്ലീൻ സ്വീപ്പാണ്. ആ ക്ലീൻ സ്വീപ്പിന് ശേഷം പല വ്യാജ പ്രചരണങ്ങൾ നടത്താൻ നോക്കി. പാർട്ടികൾക്ക് പിടിച്ചിരിക്കുന്നതിനും അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് കോട്ടം വരുത്തുന്നതിനും വേണ്ടിയാണ്. അപ്പം ഇപ്പം നോക്കുമ്പോൾ
പ്രതിപക്ഷ പാർട്ടികൾക്ക് രക്ഷയില്ല ശ്രീത്തെ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഒരു അതികായകനാണ്, പിന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരനാണ് ശരത് പവാർ. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെയും അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ ബി ജെ പിയുടെ സഖ്യത്തിലേക്ക് അടുക്കുമ്പോൾ ഇത് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുന്ന വലിയ തിരിച്ചടിയല്ലേ? രാഹുൽ ഗാന്ധിക്ക് എന്തോ തിരിച്ചടിയില്ല, പണ്ടാണ്ടൊന്നുമില്ലേ. പുള്ളിക്ക് അടിയുണ്ട്, എന്തെങ്കിലും ബോധം ഉണ്ടായാലോ അല്ലെങ്കിൽ നാളെ കാലത്തെ പ്രതീക്ഷ ഉണ്ടായാലോ തിരിച്ചടിയുള്ളൂ. അയാൾ ഈ സമയത്ത് മൻമോഹൻ സിംഗ് മരിച്ചു കിടന്ന സമയത്ത് തലയ്ക്ക് എണീറ്റ് എങ്ങാണ്ട് പോയതാണ്. ഒരു ബാധ്യത ഈ പാർട്ടിയോടില്ല. വിയറ്റ്നാമിൽ പോയാൽ ഒരു ബാധ്യത ഈ പാർട്ടിയോടില്ലാത്തവനും സ്വന്തമായിട്ട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, പിന്നെ ആവുമെങ്കിൽ ആവട്ടെ, ആയില്ലേ ആവണ്ട. ഈ പല ഘട്ടങ്ങളിലും ഇയാളുടെ വിദേശ മോദി അധികാരത്തിന് വന്നതിന് ശേഷം 2014 ശേഷം ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ രാജ്യങ്ങളുടെ പര്യടനത്തെപ്പറ്റി പരിശോധിച്ചപ്പോൾ ഒരു മാസം 30-40 തവണ വിദേശത്ത് പോകുന്നു. വിദേശത്ത് പോയി കണ്ടെത്തോടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇവിടുത്തെ പല ഘട്ടങ്ങൾ മണിപ്പൂരിൽ വിഷയം ലോക അവതരിപ്പിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നു. കാശ്മീരിലെ വിഷയം ലോകത്തിലെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ആൾക്കാരോട് ഇതിനൊക്കെ തെളിവുകൾ ശേഖരിച്ച് വെച്ചേക്കും. ഇങ്ങനെയുള്ള ആൾക്ക് ഇവിടെ എന്തോ കാര്യം? പുള്ളിക്ക് വല്ല താല്പര്യമുണ്ടോ? പുള്ളിക്ക് ആയെങ്കിൽ എളുപ്പം വയ്ക്കുക, അല്ലെങ്കിലും വെളിയിൽ നിന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക, ഇതിനകത്ത് കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കലാപം എങ്ങാനും ഉണ്ടാക്കി നാളെ കാലത്ത് ഇന്ത്യ ഇല്ല യൂനസ് ഭരിക്കുന്ന പോലെ പിരിച്ചെടുത്ത് ഭരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആങ്ങളെയും പെങ്ങളും മരുമോനും അമ്മച്ചിയും എല്ലാം കൂടെ ഇപ്പോൾ ഈ കോൺഗ്രസിനകത്തുള്ളത്. അല്ലാതെ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവരോടുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടോ പറയുന്നല്ല. ഈ പറഞ്ഞ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് 16 പേര് കോൺഗ്രസിൽ നിന്നുണ്ട്. നിയമസഭയില 10 പേരാണ് അതികായകനായിട്ടുള്ള ശരത് പവാർ. ഇപ്പൊ ശ്രീത്ത് പറഞ്ഞില്ലേ അതികായകൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുമെന്ന് പോലും ഒരു ഘട്ടത്തിൽ വിചാരിച്ചിരുന്ന, വളരെ ചെറുപ്പത്തിലെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് ഒന്നിൽ തവണ കൂടുതൽ വട്ടം വന്നിട്ടുള്ള ആൾ, എപ്പോഴും 50-56 MLA ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാർഷിക മേഖലയിൽ നിന്ന് അദ്ദേഹം സ്ഥിരമായ സാന്നിധ്യം മാറ്റി നിർത്താൻ പറ്റാത്ത, മഹാരാഷ്ട്രയ്ക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത കരുത്തുറ്റ ശരത് പവാറാണ് വീഴാൻ പോകുന്നത്. 10 പേരാണ്. കൊള്ളില്ലാത്തവരുടെ കൂടെ വാശിക്കാണെങ്കിലും കൂടരുത്. എപ്പോഴും കൂട്ടിയാൽ കൂടുമെന്ന് വിചാരിക്കുന്നില്ല. പണ്ട് ശരത് പവാറിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ആ നാടിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൊള്ളാവനെന്നുള്ള ആളെന്നുള്ള രീതിയിൽ ഈ നാടിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവിടുത്തെ പ്രദേശത്തെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ആൾ നിന്നത്. അത് അദ്ദേഹത്തിൻ്റെ ബലം കൊണ്ടാണ്. അതുകൊണ്ട് ആരുടെ കൂടെ നിന്നാലും എൻ്റെ കൂടി ആൾക്കാർ നിൽക്കുമെന്ന് വിചാരിച്ച് കോൺഗ്രസിൻ്റെ കൂടെയും ഈ പറയുന്ന മോശമായ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെയും കൂടെ നിന്നുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് 10 എണ്ണത്തിൽ ഒതുങ്ങേണ്ടി വന്നത്. കഴിഞ്ഞ പ്രാവശ്യം MP-മാരെ കൂടുതൽ കിട്ടിയെങ്കിൽ ആ പ്രചരണത്തിൻ്റെ ഭാഗമാണ്. തെറ്റായ പ്രചരണം, വ്യാജ പ്രചരണം, ഇതൊന്നും ശരിയല്ലെന്ന് കണ്ടിപ്പോൾ ക്ലീൻ സ്വീപ്പല്ലേ. അവർക്ക് നിലനിൽപ്പില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം കൊണ്ടുണ്ടാകും? ശ്രീത്തെ ഇനിയുണ്ട് 100 കൊല്ലത്തെ പഴക്കം. കോൺഗ്രസിൻ്റെ അത്രയും പാരമ്പര്യം 140 കൊല്ലം ഉണ്ടെങ്കിൽ ഇതിന് ഏകദേശം അത്രയും പാരമ്പര്യം വേണം. ഇദ്ദേഹത്തിന് ഇത്ര വയസ്സുണ്ട്. ആ പാർട്ടിയെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഈ തീരുമാനം കൊണ്ട് അങ്ങോട്ട് നിന്നാൽ ഈ പാർട്ടിയെ കൊണ്ട് ആര് കാണും? അപ്പോൾ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുനിന്ന് ഇപ്പുറത്ത് വരുന്നതിന് ശരത് പവാർ വലിയ അതികായകനാണെന്നേലും അജിത് പവാർ സംഭവിക്കണം. നമ്മളീ പറയുമ്പം 2 കക്ഷിയായിട്ടല്ല നിൽക്കുന്നത്. അജിത് പവാർ ഇഷ്ടമില്ല, ശരത് പവാർ വരാൻ പറ്റത്തില്ല. ഇപ്പോൾ 8 MP-മാർ ഇപ്പുറത്തോട്ട് വരുന്നു. അതിനകത്ത് 10 MLA-മാരുണ്ട്. അവരിപ്പുറത്ത് വരുമ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള BJP-യുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള NDA മുന്നണിയുടെ ആളുകളോട് അംഗീകരിക്കേണ്ടി വരത്തില്ലേ? അതായത് ഒരു അതികായകൻ്റെ ഗതികേട് അത് നമുക്കിതിനകത്ത് പഠിക്കും. ഏതായാലും വമ്പൻ ടിസ്റ്റാണ്. ഇനി ഉദ്ധവ് താക്കറേക്ക് വരണമെന്നുണ്ട്. ഉദ്ധവ് താക്കറേക്ക് വരണമെങ്കിൽ ഈ ശിവസേനയ്ക്കകത്ത് ഇപ്പം BJP-യുടെ ഭാഗമായി നിൽക്കുന്ന ആ ശിവസേനയുമായിട്ട് ആദ്യം ചർച്ച നടത്തണം. നമ്മൾ ഈ പറയുന്നത് കൊണ്ട് അല്ല, അവർ പറയണ്ടേ, അവരെ കൊണ്ട് കൂടിയോജിപ്പിച്ച് സമ്മതിപ്പിച്ചല്ലേ എടുക്കാനൊക്കൂ. അപ്പം ഏതായാലും പ്രതിപക്ഷം ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്ത് വരികയാണ്. അവിടെ ഇപ്പോൾ ബോംബെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. ഇത് അങ്ങനെയാണെങ്കിൽ NCP-യും അതോടൊപ്പം തന്നെ ശിവസേനയും ലോക്സഭയിൽ പിന്തുണ നൽകുവാൻ തയ്യാറായാൽ മോദിക്ക് കാര്യങ്ങൾ എളുപ്പമാകും. കാരണം 8 അവിടെ രാജ്യസഭയിൽ 2 MP-മാര്, ലോക്സഭയിൽ 8 MP-മാര്, ശിവസേനയ്ക്ക് 9 എന്തുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു 15-ലധികം MP-മാർ തന്നെ പെട്ടെന്ന് ലഭിക്കില്ല. അപ്പം അത് കേന്ദ്രം ഈ പറയുന്ന കേവല ഭൂരിപക്ഷം ഇല്ലെന്ന് പറയുമ്പോഴും വളരെ കുറവാന്ന് പറയുമ്പോഴും ഓരോ കൊല്ലവും ഓരോ ദിവസം കഴിയുന്നതോറും കേന്ദ്രമന്ത്രിസഭയുടെ MP-മാരുടെ ഭൂരിപക്ഷം കൂടി വരുന്ന അവസ്ഥ, ഏറ്റവും കരുത്തുറ്റ ഒരു NDA മുന്നണി ഉണ്ടാകുന്ന അവസ്ഥ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ശിഥിലമായി പോകുന്ന അവസ്ഥ, ഓരോ ദിവസവും BJP-യും ഇന്ത്യ മുന്നണിയും വളർന്നു പോകുന്ന രീതിയിലേക്കല്ല വളരുന്ന രീതിയിലേക്ക്
ഉയർച്ചയിലേക്ക് പോകും, മറ്റേത് നശിച്ചു പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇനിയും കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് ജനത്തെ കൂടെ നിർത്താമെന്ന് ധരിച്ചിരുന്ന രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ കക്ഷികൾക്കും വളരെ കൂടുതൽ പ്രയാസം കൊടുക്കുന്ന ഒരു തീരുമാനമാണ് ശരത് പവാർ എന്ന് പറയുന്ന പേരിന് വലിയ വില ഇന്ത്യയിലുണ്ട്. മനസ്സിലായി? അദ്ദേഹം പോലും ഈ തീരുമാനമെടുത്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികൾ ഇല്ലാതാവുന്ന ഒരവസ്ഥ വരും. അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നുണ്ടായിരിക്കില്ല കോൺഗ്രസിനെ ഇനി നന്നാക്കാൻ കഴിയില്ല. കോൺഗ്രസിൽ പ്രതീക്ഷയില്ല ശ്രീയത്തെ. നമ്മൾ ഇവർ പറയുമ്പോൾ ഇവർ വിളി പറയാം വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പുലിയുടെ വാലെ പിടിച്ച പോലെ. വിടാൻ പറ്റുമോ? വിടാതിരിക്കാൻ പറ്റുമോ? വീട്ടിൽ പോകണ്ടേ? പുലി വിട്ടാൽ പുലി കടിക്കും. വിട്ടാൽ പുലി നമ്മളെ കൊല്ലും. വിടാതിരിക്കാൻ പറ്റുമോ? പുലിയുടെ വാലയും പിടിച്ചോണ്ടിരുന്നാലും നമുക്ക് അവിടെ ഇരിക്കാനല്ലേ പറ്റൂ? എന്ന് കറങ്ങിക്കാനല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഘടകകക്ഷിയുടെ അവസ്ഥ പെട്ടുപോയി. മാത്രമല്ല ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ അപ്പുറത്ത് കൂട്ടാൻ നോക്കിയത്. ലോകത്തുള്ള അഴിമതിക്കാരെല്ലാം ഉണ്ട് ഇന്ത്യ മുന്നണിക്കകത്ത്. ആരാ അല്ലാത്ത? ആം ആദ്മി. എന്നിട്ട് പോലെ എളുപ്പം വെളിച്ചാടി ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി, മമതാ ബാനർജി, യു പിയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനും കൊള്ളക്കാരനുമായിട്ടുള്ള ഈ കൊള്ളക്കാരെല്ലാം കൂടെ ഒരു മര്യാദയ്ക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയെ പോലെയുള്ള പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അജിത് ഡോവലിൻ്റെ കൂട്ടും രാജ്യത്തിന് വേണ്ടിയിരിക്കുന്ന രാജ്നാഥ് സിംഗിൻ്റെ കൂട്ടും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കണ്ട് അതിനെ അന്നേരം പരിഹരിക്കുന്ന അമിത്ഷായുടെ ഒക്കെ കൂടെ നിന്ന് മാറി നിന്നൊരു പുതിയ ക്രമം ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റുന്നവൻ്റെ കൂടെ നിന്നും ലോകത്ത് പല രാജ്യങ്ങളുടെ കൂടെ നയിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഭാഗമായിട്ട് നിൽക്കാനാണല്ലോ ശ്രമിച്ചത്. അപ്പം അതിനെല്ലാം പരാജയമാവുന്നു. അതായത് മോദി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആൾക്കാരും പ്രബുദ്ധമാകുന്നു. പഴയ പോലെ പറ്റിക്കാനൊക്കുന്നില്ല. ഈ 7 ട്രില്യൺ എന്ന് പറയുമ്പോൾ ആൾക്കാർ ബോധമുള്ളവരാവുന്നതിന് തെളിവായത്. ഒരബദ്ധം പറ്റിപ്പോകുന്ന രീതിയിലേക്ക് വന്നാലും തിരുത്താൻ തയ്യാറാവുന്നു. അതായത് ഇനിയിപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിനകത്ത് ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അതിനുശേഷം ബീഹാർ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം ഇതേ പാറ്റേണിൽ പോകാമെങ്കിൽ പിന്നെ ഇല്ല, അടുത്ത ഇലക്ഷന് നേരിടേണ്ടി വരത്തില്ല. പല കക്ഷികളും പല രീതിയിലും പാർട്ടി വന്നില്ലെങ്കിൽ അവിടുത്തെ MLA ഇപ്പോൾ പാർട്ടി വന്നില്ലെങ്കിൽ MP പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ടായി ശരത് പവാർ നിവൃത്തികേടുകൊണ്ട് പോകുന്നത്. ഈ 10 MLA നേരത്തെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. MP പോയി ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഈ MLA ഒക്കെ ചിലപ്പോൾ ആവുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ സ്ത്രീത്തെ രാഷ്ട്രീയം കളിച്ചിട്ട് ചെറുപ്പത്തിലൊക്കെയാണ്. അല്ലാത്തവനൊരു 60 വയസ്സൊക്കെ വരെ കടന്ന് ഈ വിവിധ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച് താഴെ നിന്ന് വന്നൊക്കെ പ്രവർത്തിച്ച് ഒരു സീറ്റൊക്കെ കിട്ടി MLA ഒക്കെ പിന്നത് കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും വാശി കളയാനൊന്നും വടക്കേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരില്ല. കൃത്യമായ പൊളിറ്റിക്സൊക്കെ ആയിട്ട് ഏതായാലും വമ്പൻ ട്വിസ്റ്റാണ് മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നത്. ഓരോ ദിവസവും ട്വിസ്റ്റാണ്. അതായത് എല്ലാ ട്വിസ്റ്റുകളും ഇന്ത്യ മുന്നണിക്ക് അടിമപ്പെടുന്നത്. അതായത് 2025 RSS ആഘോഷം തുടങ്ങുമ്പോൾ മഹാരാഷ്ട്രയിൽ RSSനും BJPയുടെ ആധിപത്യം മാത്രമാകുന്ന ഒരവസ്ഥ, ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാതാകുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് അതേ അവസ്ഥയിലേക്ക് ഇന്ത്യ മുഴുവൻ BJPയും അല്ലെങ്കിൽ NDAയും പകരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് വീണ്ടും കൗതുകങ്ങൾ തരുന്ന ഒരവസ്ഥയുണ്ടാവും. വീണ്ടും ശിവസേന വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് എന്തായാലും ഇങ്ങോട്ട് വരത്തില്ലല്ലോ. ശിവസേനയും കൂടെ വന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന കാര്യമേ മഹാരാഷ്ട്രയിൽ ഇല്ലാതെ ഈ 16 പേരും ഒരുപക്ഷെ BJPയിൽ ചേർന്നാലും അതിശയപ്പെടാനൊന്നുമില്ല. കോൺഗ്രസിന് അത്തരത്തിലുള്ള പാരമ്പര്യവുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.